ഗൈസ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തേതൊരു ചെറിയൊരു മോർണിംഗ് റുട്ടീനായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടത്തിൽ എൻ്റെ അനിയത്തിയും കൂടിയുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മോശമില്ല. ഞാൻ പൊതുവേ ലേറ്റ് അങ്ങനെ ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേൽക്കുന്ന കൂട്ടത്തിലൊന്നുമില്ല. നമ്മളിപ്പോൾ എഴുന്നേറ്റാലും എഴുന്നേറ്റില്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള പണികൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പം നമ്മൾ ഉറക്കവും കാര്യങ്ങളെല്ലാം നോക്കി ആ സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് എണീച്ചാൽ മതി എന്നൊരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റോ തന്നെ ചായ വെക്കുന്ന പരിപാടി തന്നെ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എണീക്കുമ്പോൾ തന്നെ ചായ വേണം. അപ്പം ചായ വെക്കുമ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം മാറ്റി വെക്കും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ചായ കുടിക്കലില്ല. അപ്പം ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ശരിക്കും ഒരു ചൂട് ചായ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഫീല് വേറെ തന്നെയാണ് അല്ലേ. ഞാൻ അടുത്തുകൊണ്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് പഞ്ചസാര തീർന്നത് അറിയുന്നത്. അപ്പോൾ പഞ്ചസാര വേറെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോൾ തീർന്നിനോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് കുറച്ചായി. അപ്പം കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല പഞ്ചസാര ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ ചായയൊക്കെ റെഡിയായി. അപ്പോഴത്തേക്കും നാൻഷൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എണീച്ച് വന്നപ്പോൾ തന്നെ ഒന്നിക്ക് ന്യൂസ് വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക പഴയൊരു സിനിമ പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വെക്കും. നമ്മൾ ഇന്നലെ അരച്ച് വെച്ച് ഇഡ്ഡലീൻ്റെ മാവാണിത്. നല്ലോണം സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? സാധാരണ എൻ്റെ ഇഡ്ഡലീൻ്റെ എല്ലാ മാവും ഇങ്ങനെ ഇഡ്ഡലിക്ക് നല്ല, ഇതിപ്പം ദോശയൊക്കെ എടുക്കും നമ്മൾ. അപ്പോൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്ന്, പിന്നെ ഒരു നുള്ള് ഒരു ഇത്ര പോരം ഉലുവയും കൂടി ഇട്ടിട്ട് അരക്കുന്നതാണ്. അതിൻ്റെ കൂടെ അരക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ ചോറ് കൂടി ചേർക്കും. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ. ഇതിപ്പം ഇഡ്ഡലിക്കായതുകൊണ്ട് കുറച്ച് കട്ടിയിൽ. ഇനിയിപ്പം ഇത് ദോശയിലേക്ക് മാറുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരക്കാം. അല്ല, മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ലൂസാക്കി കഴിഞ്ഞാൽ നല്ല ദോശക്കുള്ള മാവാവും. നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള മാവാണിത്. ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് ആൾ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വലിയ ഉള്ളി, ചെറുത് സൈസിലുള്ള വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സവാള. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ബാക്കി തക്കാളിയും കായമുളകൊക്കെ ഇട്ട് കൊടുക്കാം. കായമുളകും ഇടുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വാടി വരണം. തക്കാളിയിൽ വെളിങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള, കാരണം അരച്ച് ഇതാവേണ്ടതല്ലേ, ജസ്റ്റ് ഒന്ന് ഇത് വാടി എടുക്കാനേ ഉള്ളൂ. തക്കാളി ഒന്നിച്ചിട്ടുണ്ട്. അത് വലിയ തക്കാളിയൊന്നുമില്ല, ഒരു മീഡിയം സൈസ് തക്കാളി. അപ്പം ഇതിലേക്ക് കുറച്ച് പുളിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിൽ തക്കാളി ചേർക്കുന്നതിന് നമുക്ക് സാധാരണ വാളംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ 3-4 എന്താ പറയുക നമ്മൾ ഇത് കൂട്ടിട്ടുണ്ട്, പച്ചമുളക്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി ഒന്ന് വാടി വരട്ടെ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുത്താൽ തക്കാളി ചട്നി റെഡിയാവും. ഒരു ട്രിപ്പ് ഇഡ്ഡലി ആയി. ഒരു തട്ടിലേക്കുള്ളത് ഇതാ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ തണുത്തപ്പം മിക്സിയിലിട്ട് ഉപ്പ് ഈ അരക്കുന്ന സമയത്ത് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇടുമ്പം ഉള്ളിലേക്കൊക്കെ നല്ലോണം ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ വഴണ്ടി വരാനും പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഇടുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അരക്കുന്ന കൂട്ടത്തിലേക്ക് ഇട്ടാൽ മതി. പിന്നെ അരച്ചതിന് ശേഷം ഞാൻ എന്താ പറയുക, നമ്മൾ കടുക് വറുത്തിടും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യലില്ല. ഡയറക്റ്റ് എന്താ പറയുക കൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങാ ചട്നി ഉണ്ട്, അതുപോലെ തന്നെ തക്കാളി ചട്നി അല്ലെങ്കിൽ ഉള്ളി ചട്നിയൊക്കെ റെഡിയായി. ഇഡ്ഡലിയൊക്കെ റെഡിയായി. ഓക്കെ,
നിങ്ങളിത് കാണുക. സമയം 11 മണി. ശീപാവതി ഒങ്ങുന്നു. ശീപാവതിൻ്റെ ഇളയമ്മ അപ്പുറത്ത് കിടന്നുറങ്ങുന്നു. മാഡത്തിൻ്റെ ആ സുന്ദരമായ മുഖമൊന്ന് കാണിക്കൂ. കുളു കുളു ഇക്കുളു കുളു 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 കുളു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.